എൻ്റെ പേര് ഗോകുൽ KS. വീട് കിടങ്ങൂർ, കോട്ടയമാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരി 23 അപ്പോൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് കേരള PSC വഴി ഗവൺമെൻറ് ജോലി ലഭിച്ചിരുന്നു. അതിനുശേഷം കുറച്ചുകൂടി ഒരു പ്രൊമോഷനുള്ള ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ എക്സാമിന് വേണ്ടി പരിശ്രമിച്ചിരുന്നു. പക്ഷേ പല ലിസ്റ്റുകളിലും വന്നു, പക്ഷേ ജോലി ലഭിച്ചില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് 2024 LD ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നന്നായിട്ട് തന്നെ ശ്രമിച്ചു, ഒരുങ്ങി. പക്ഷേ എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത് വന്നു. പക്ഷേ എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത് വന്നപ്പോൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. അച്ഛന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ഒരു സാഹചര്യം വന്നു. യൂറിനറി ഇൻഫെക്ഷനായിട്ട് അച്ഛന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ക്ലർക്കിൻ്റെ എക്സാം പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം ആശങ്കയോടും പ്രതിസന്ധികളിലൂടെയാണ് ആ എക്സാം അറ്റൻഡ് ചെയ്തത്. മാതാവിൻ്റെ തൈലം പൂശിയൊക്കെയാണ് എക്സാം എഴുതിയത്. ആ എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം കുറച്ചധികം ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു. മാതാവിൻ്റെ അനുഗ്രഹഫലമായിട്ട് എനിക്ക് നല്ലൊരു റാങ്ക് തന്നെ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 64ാമത്തെ റാങ്കാണ് എനിക്ക് ലഭിച്ചത്. അതിനുശേഷം അഡ്വൈസിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു വകുപ്പിൽ തന്നെ ജോലി ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന് ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അഡ്വൈസ് വരേണ്ട ഒരു സമയമായത്. അപ്പോൾ അഡ്വൈസ് വരുന്നതിന് 1 മാസം മുമ്പായിരുന്നു ഞാനിവിടെ വന്ന് 5ാമത്തെ ഉടമ്പടി പുതുക്കിയത്. അപ്പോൾ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എനിക്ക് മാതാവിനെയാണ് ഇവിടെ കിട്ടിയത്. അതുപോലെ വണക്കമാസമായിരുന്നു. അപ്പോൾ വണക്കമാസം നിയോഗങ്ങളിൽ ഞാൻ എൻ്റെ ജോലിക്കാരി എഴുതിയപ്പോൾ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം 1 മാസം കഴിഞ്ഞ് എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നു. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച പോലെ നല്ലൊരു വകുപ്പിൽ തന്നെയാണ് എനിക്ക് ജോലി ലഭിച്ചത്. കേരള സർക്കാരിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിലാണ് ജോലി ലഭിച്ചത്. ഈ വേക്കൻസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 2025 ഡിസംബർ 25-നാണ് PSCയിലേക്ക്, ഡിസംബർ 26-നാണ് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഈ വേക്കൻസി ഡ്യൂ ആയി വന്നത് ജൂൺ 1-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു വേക്കൻസിയിലാക്കാണ് എനിക്ക് നിയമനം ലഭിച്ചത്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ രോഗികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി എന്നെ കഴിയുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. അതുപോലെ ഇവിടെ അടുത്തുള്ള വൃദ്ധസദനത്തിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് നൽകുമായിരുന്നു. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരിൽ എന്നെ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു പത്രം വിതരണം ചെയ്തിരുന്നത്. അതുപോലെ ഇവിടുന്ന് കുറച്ച് കാശ് രൂപം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ കാശ് രൂപം ഞാൻ പത്രത്തോടൊപ്പം ഞാൻ ഈ പത്രം കൊടുക്കുന്ന സമയത്ത് ഈ ആൾക്കാരോട് സംസാരിച്ച് വരുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ടവരെന്ന് തോന്നുന്നവർക്ക് ഞാൻ ഈ പത്രവും കാശ് രൂപം കൂടി ഒരുമിച്ചാണ് കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ പുരോഗതി എന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ജപമാല ചൊല്ലാറില്ലായിരുന്നു. ഇപ്പം ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. അതുപോലെ അരമണിക്കൂർ ബൈബിൾ വായിക്കാറുമുണ്ട്. അപ്പം ഇനിയും ഉടമ്പടിയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കണവും ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ഗോകുൽ എന്ന ഈ മകൻ എൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി അനുഗ്രഹിച്ച വലിയ 2ാമത്തെ സാക്ഷ്യമാണ്. ഗോകുൽ ഉടമ്പടിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് പിച്ചവെച്ച് നടന്നാണ് ഈശോയുടെ വളരെ അടുത്ത് നിൽക്കാൻ ഈ മകന് ഇന്ന് സാധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ അച്ചടക്കത്തോടും ഈശോയോടുള്ള സ്നേഹത്തോടും പരിശുദ്ധ അമ്മയെ സമീപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് PSCയിൽ നല്ലൊരു ജോലി കിട്ടിയെങ്കിലും ഒരു വളരെ ചെറുപ്പത്തിൻ്റെ ആ ആഗ്രഹം പോലെ അവനൊരു പ്രൊമോഷൻ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ പരിശ്രമിക്കുകയും അതുപോലെ തന്നെ എല്ലാ നേർച്ച കാഴ്ചകളും പരിശുദ്ധ അമ്മയോടുള്ള ആ വിശ്വസ്തതയും ഈശോയോടുള്ള സ്നേഹവും
വളരെ ആത്മാർത്ഥമായി ഈ ഉടമ്പടിയിൽ നിലനിൽക്കാൻ സാധിക്കുകയും അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എന്ന് ഈ മകൻ ഏറ്റു പറയുകയാണ്. തൻ്റെ പരീക്ഷ അഡ്വൈസിന് കാത്തിരിക്കുന്ന ആ സമയത്ത് തന്നെ ഒരു പ്രതിസന്ധി എന്ന ഒരു മാറ്റുരച്ച് നോക്കൽ ഈ മകന് ഉടമ്പടി സമയത്തുണ്ടായി. നമുക്കറിയാം, നമ്മുടെ പരീക്ഷണ കാലഘട്ടം നമുക്കെപ്പോഴും ഒരു ഉടമ്പടി സമയത്തുണ്ടാകും. അത് നമ്മുടെ വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കുന്നതാണ്. ഗോകുലിൻ്റെ അച്ഛനെ അസുഖം ബാധിച്ചപ്പോൾ അവിടെയും ഒട്ടും തന്നെ ഈശോയെ സങ്കടപ്പെടുത്താതെ പരിശുദ്ധ അമ്മയുള്ള ആ സ്നേഹം ഒട്ടും തന്നെ കുറയ്ക്കാതെ തന്നെയാണ് ഉടമ്പടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 5-ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴാണ് പരിശുദ്ധ അമ്മയെ കയ്യിൽ കിട്ടുകയും സുഗന്ധാഭിഷേകത്തിനുള്ള പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി മകനെ അനുഗ്രഹിക്കുകയും കേരള ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായി ഇന്ന് ഒരു വലിയ നിയമനത്തിന് അപ്പോയിൻമെൻറ്റ് ലെറ്ററായിട്ടാണ് മകൻ ഇന്നിവിടെ അൾത്താരയിൽ നിൽക്കുന്നത്. വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ ഈശോയിൽ നിന്ന് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് വളരെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഇന്ന് മകൻ നന്ദി പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്വർഗരാജ്യം ഒരു വയലിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി പോലെയാണ്. ഈ നിധി നമുക്ക് കിട്ടണമെങ്കിൽ മറ്റെല്ലാം വിറ്റ്, മറ്റെന്ത് സമ്പത്ത് തന്നെ നമുക്കുണ്ടായാൽ അതെല്ലാം വിറ്റിട്ടാണ് മനുഷ്യൻ സ്വർഗരാജ്യം, ആ നിധി കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം, അധ്വാനിക്കുന്നത്. ഇതുപോലെ ഗോകുലിൻ്റെ അധ്വാനം വളരെ ആ ഒരു നിധി കിട്ടാൻ വേണ്ടിയായിരുന്നു. ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ പ്രാപിക്കുവാനുള്ള ഒരു വലിയ മുന്നേറ്റത്തിലാണ് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മകൻ പോകുന്നത്. മകൻ പറയുകയായിരുന്നു, ഞാനിപ്പോൾ ജപമാല ചൊല്ലാൻ പഠിച്ചു, കൃത്യമായി വചനം വായിക്കാൻ പഠിച്ചു, ഈശോയെക്കുറിച്ചുള്ള അറിവ് ആഴപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഇനിയൊരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകാതെ ജീവിക്കുവാനുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ശക്തമായ ഒരു തീരുമാനം, ഒരു നിലപാട് ഈ മകനെടുക്കാൻ സാധിച്ചത്, ഒരു ജീവിതക്രമമായത് ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ചെറുപ്പത്തിൽ നുകം ഏൽക്കുന്നത് നല്ലതാണെന്ന് നാം സങ്കീർത്തനങ്ങളിൽ വായിച്ചെടുക്കുന്നു. പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ നുകമെടുത്ത് പഠിക്കുവാൻ നിനക്ക് പ്രായമാകുമ്പോൾ അത് നിനക്ക് ആയാസമായിരിക്കും എന്ന് നമ്മെ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗോകുലിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.